സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 42. അതെ, ഞാനിവിടെ ഒരുങ്ങിക്കെട്ടി പാലും ഗ്ലാസും കൊണ്ട് മന്ദം മന്ദം നടന്നു വന്ന് നിൽക്കുന്നത് അനിയേട്ടൻ്റെ കണ്ണിൽ പിടിച്ചില്ലേ? അവളെന്നൊരാൾ അവിടെ ഇല്ല എന്ന രീതിയിൽ പെണ്ണിനെയും കടന്ന് കട്ടിലിലേക്കായി പോയിരിക്കുന്ന അനിരുദ്ധിനെ കണ്ടപ്പോൾ രശ്മിക്ക് വിറഞ്ഞു കയറി. അനിയേട്ടാ! അവൾ പാൽ ഗ്ലാസ് ഡ്രസ്സിംഗ് ടേബിളിലേക്കായി വെച്ചിട്ട് അവൻ്റെ കൂടെ പോയി ഇരുന്നു. എന്താടി? അവൻ രശ്മിയെ നോക്കി അലസമായി ചോദിച്ചു. എന്തോന്നോ? എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? അവൾ സ്വയം ഒന്ന് പരിശോധിച്ചിട്ട് അനിയോട് ചോദിച്ചു. എന്തു തോന്നാൻ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലോടി. അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അതെന്താ അനിയേട്ടാ നിങ്ങൾക്കൊന്നും തോന്നാത്തത്? നിങ്ങളുടെ കണ്ണെന്താ പൊട്ടക്കണ്ണോ? അവൾ അമർഷത്തോടെ ചോദിച്ചു. എന്താ രശ്മി ഇപ്പോൾ നിന്റെ പ്രശ്നം? കുറേ നേരമായല്ലോ നീ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ ഓരോന്നൊക്കെ പറയുന്നത്. ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നുറങ്ങരുതോ? പതിവിന് വിപരീതമായി ഒരു ടീഷർട്ട് പോലും ഇടാതെ അവൻ ഷോർട്ട് മാത്രം ഇട്ടുകൊണ്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു. അനിയേട്ടാ! അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിരാശയും അമർഷവും നീരസവും എല്ലാം കൂടി കുഴഞ്ഞൊരു ഭാവം. കോപം കൈമുഷ്ടിയിലൊതുക്കി അനിക്കപ്പുറം ചാടിക്കടന്ന് കമഴ്ന്നു കിടന്നവൾ. പോകുന്ന പോക്കിൽ ആ ദേഷ്യത്താൽ അവനിട്ടൊരു ചവിട്ട് കൊടുക്കാനും രശ്മി മറന്നില്ല. അവൾക്ക് സങ്കടം തോന്നി. അനിയുടെ ആ പ്രവൃത്തി അവൾക്ക് വല്ലാതെ കളിയാക്കൽ പോലെയാണ് തോന്നിയത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അവനോട് സംസാരിക്കരുതെന്നത് മനസ്സിനെ ചട്ടം കെട്ടി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷെ പെണ്ണിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അനിരുദ്ധ് എന്തു ചെയ്യുന്നു എന്നറിയാൻ രശ്മിയുടെ മനസ്സ് മുറവിളി കൂട്ടി. നീ അവൻ്റെ മനസ്സല്ലല്ലോ, എൻ്റെ അല്ലേ? അപ്പം എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. രശ്മി സ്വന്തം ഹൃദയത്തെ താക്കീത് ചെയ്തു. എന്നിട്ടും അപ്പുറത്തെ വശത്ത് കിടക്കുന്നവൻ്റെ കാര്യം അറിയാൻ വേണ്ടി തുടി കൊട്ടുന്ന അനുസരണയില്ലാത്ത ഉള്ളത്തെ അവൾ ഒട്ടൊരു ദേഷ്യത്തിൽ അറിയാവുന്ന തരത്തിലൊക്കെ ചീത്ത വിളിച്ചു. എന്നിട്ടും നാണമില്ലാതെ സ്വന്തം മനസ്സിനെ അവൾ ഒടുക്കം ഡൈവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. നീ ഇപ്പം അങ്ങനെ നെഗളിക്കണ്ട. ഈ രശ്മിയോടാ കളി. വീണ്ടും അവൾ സ്വയം ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ധർമ്മസങ്കടത്തിലായി. എന്നാലും ആറ്റുനോറ്റ് മോഹിച്ച എൻ്റെ ആദ്യ രാത്രി ഇങ്ങനെ ആയല്ലോ ഈശ്വര. അവൾ സകല ദൈവങ്ങളെയും വിളിച്ച് വഴക്കു പറഞ്ഞു. നേരം പൊയ്ക്കൊണ്ടിരുന്നു. അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം മാത്രം കണ്ണിൽ വിരുന്നിനെത്തിയില്ല. കട്ടിൽ കണ്ടാൽ എവിടെ നിന്നറിയാതെ ഉറക്കം വരുന്ന ഈ ഞാനാണോ ഇങ്ങനെ കണ്ണും മിഴിച്ച് ഈ നട്ടപ്പാതിരയ്ക്ക് കുത്തിയിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അവളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അമ്പരപ്പ് തോന്നി. എന്നാലും അനിയേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഞാനൊരു പാവമായോണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ വിതുമ്പിക്കൊണ്ട് മനസ്സിൽ ചിന്തിച്ചു. പൊണുന്നനെ അനി ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് രശ്മിക്ക് അറിയാൻ കഴിഞ്ഞു. ഇയാളിപ്പോൾ എന്തിനാ എഴുന്നേറ്റത്? അവൾ പതിയെ ചെരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു താൻ പൂട്ടിയ മുറി തുറന്നുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അനിരുദ്ധനെ. ഇതിപ്പോൾ എങ്ങോട്ടേക്കാണ് പോക്ക്? അവൾ വീണ്ടും ചിന്തിച്ചു. ഇനി ഓഫീസ് റൂമിൽ വല്ല ഫയലും എടുക്കാൻ വേണ്ടി പോയതാണോ? അവളുടെ ആലോചനകൾ അങ്ങനെ നീണ്ടു. എന്നിരുന്നാലും രശ്മി അവനായി കാത്തു. ചുവരിലെ ക്ലോക്കിൽ മണി 12 കഴിഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും വാതിൽ തുറക്കുന്നതിൻ്റെ ശബ്ദം കേട്ടതും അവൾ പഴയപടി ബെഡിൽ തിരിഞ്ഞു കിടന്നു. ആളിൻ്റെ ഭാരം കട്ടിലിൽ നിറയുന്നത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവൾക്ക്. ഇതിപ്പോൾ എവിടെ പോയിട്ട് വന്നതാണാവോ? ഓരോന്ന് ചിന്തിച്ച് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ വീണ്ടും കണ്ണും പൂട്ടി തുടർന്നു. രശ്മി, ഡി. പൊടുന്നനെ അനി തോളിൽ തട്ടി വിളിച്ചതും അവൾക്ക് പരിഭ്രാന്തിയേറി. ഇതിപ്പോൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഇത്രയും നേരം എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച പരിചയം പോലും കാട്ടാതെ ഇരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ എന്തിനാണാവോ രശ്മി രശ്മി എന്ന് വിളിച്ച് കിടന്നലറുന്നത്? നിങ്ങൾ വിളിക്കുന്നത് കേൾക്കാൻ എൻ്റെ പട്ടി വരും. അവൾ പരിഭവത്തോടെ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു. രശ്മി, നീ എണീക്കടി. അവൻ്റെ തട്ടിവിളിക്കൽ അസഹ്യമായപ്പോൾ ദേഷ്യത്തോടെ വിറയ്ക്കുന്ന മുഖവുമായി അവൾ അവന് നേരെ എഴുന്നേറ്റിരുന്നു. എന്താ? അവൻ്റെ കയ്യിലൊരു പാൽ ഗ്ലാസ് ഇരിക്കുന്നത് തന്നിൽ സംശയമുളവാക്കിയെങ്കിലും
അവൾ ഇത്തിരി കോപത്തോടെ തന്നെ ചോദിച്ചു. വാ, വന്ന് പാല് കുടിക്ക്. അവനൊരു ചിരിയോടെ പറഞ്ഞു. എനിക്കിപ്പോൾ പാല് വേണ്ട. അവനോടുള്ള ദേഷ്യം ആവോളം പെണ്ണിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അതെന്താ നിനക്ക് പാല് വേണ്ടാത്തത്? എഴുന്നേറ്റ് കുടിക്കുക. അനി നിർബന്ധിച്ചു. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? അവളതിന് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ തന്നെ രശ്മി വായുവിൽ ഉയർന്നു പൊങ്ങിയിരുന്നു. വിട അനിയേട്ടാ, എന്താ ഈ ചെയ്യുന്നേ? അനിയുടെ ഒറ്റ കയ്യിൽ കിടന്ന് രശ്മി കുതറി. ഹാ, അടങ്ങി നിൽക്കെൻ്റെ പെണ്ണെ, ഞാൻ നിന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോവല്ല. അവനവളെ തനിക്ക് മുമ്പിൽ തറയിലായി നിർത്തി. ഹാ, അടങ്ങി നിൽക്കെൻ്റെ പെണ്ണെ, ഞാൻ നിന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോവല്ല. അവനവളെ തനിക്ക് മുൻപിൽ തറയിലേക്കായി നിർത്തി. ഈ പാല് കുടിക്ക്. പകുതി കുടിച്ച പാലിൻ്റെ ഗ്ലാസ് രശ്മിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അവൻ ആവശ്യപ്പെട്ടു. എനിക്ക് വേണ്ട. അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി കുടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവളത് ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് പുറമേ ഗൗരവം പൂണ്ടു. അതെന്താ നിനക്ക് വേണ്ടാത്തത്? മര്യാദയ്ക്ക് വന്ന് കുടിക്കടി. അനി അവളെ ശാസിച്ചു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട വേണ്ട വേണ്ട. അവൾ വാശിയോടെ ചീറി. പിണങ്ങാതെ പെണ്ണെ, നിന്റെ അനിയേട്ട ഇന്ന് രാവിലെ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് എൻ്റെ കൊച്ചിനെ ജനിച്ച ദിവസം തന്നെ ഞാൻ വേദനിപ്പിക്കില്ലെന്ന്. ഓർമ്മയുണ്ടോ? അതുകൊണ്ട് 12 മണി കഴിയാൻ ചേട്ടൻ നോക്കി ഇന്നതാടി. വലത്തെ കയ്യിൽ പകുതി കുടിച്ച പാലും ഗ്ലാസും പിടിച്ച് ഇടം കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനി പതുക്കെ പറഞ്ഞു. ഒരു നിമിഷം അവൾ വല്ലാണ്ടായിപ്പോയി. അപ്പോഴാണ് അക്കാര്യം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞത് തന്നെ. അത് പിന്നെ അനിയേട്ട സോറി. പെണ്ണവനെ നോക്കാനാവാതെ മുഖം കുനിച്ചു നിന്നു, ഒട്ടൊരു സങ്കടത്തോടെ. എന്തിനാടി സോറി? നീ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ഈ പാല് കുടിച്ചൊന്ന് ഉഷാറായിക്കേ. അവൻ മീശത്തുമ്പ് കടിച്ചുകൊണ്ടൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു. പോ അനിയേട്ടാ. നാണം കൊണ്ട് ചുവക്കാൻ തുടങ്ങിയവൾ അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ബാക്കി പാല് മുഴുവൻ കുടിച്ചു തീർത്തു. അപ്പോൾ ഇനി ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ പെണ്ണെ? കാലി ഗ്ലാസ് അടുത്തായി കിടന്ന ഒരു ടീപ്പോയ്ക്ക് മുകളിലേക്കായി വെച്ചിട്ട് അവനൊരു വഷളം ചിരി ചിരിച്ചു. രശ്മി നാണം കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പോലും വയ്യാണ്ടായിരുന്നു. നോക്കു പെണ്ണെ. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. അവളുടെ ചുവന്നു തൊടുത്ത ഇരു കവിളിനെയും ചെക്കൻ്റെ പെരുവിരലുകൾ പതിയെ വീണമീട്ടിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ അവൻ നൽകുന്ന സ്പർശനത്തിൻ്റെ ആലസ്യത്തിൽ കൂമ്പുവാനായി തുടങ്ങിയതും അനിയുടെ ചുണ്ടുകൾ അവളുടേതുമായി ഇണപിരിഞ്ഞിരിഞ്ഞു. അനിയേട്ടാ. അവൾ അവനോട് ചേർന്ന് നിന്നു. മൃദുലമായി തുടങ്ങിയ ആദരപാനം പിന്നീട് ചടുതലതയാർന്ന് ആരോഹണ അവരോഹണ ക്രമങ്ങൾ തീർക്കുന്നുണ്ടായിരുന്നു. നാവുകൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അനിയുടെ കൈകളുടെ സ്ഥാനത്തിന് മാറ്റം സംഭവിച്ചു. അവൻ്റെ ഇടം കൈ പെണ്ണിൻ്റെ പിൻകമ്പത്തിൽ അമർന്നു. വലം കൈയോ അവളുടെ നേരിയതിനിടയിലൂടെ നഗ്നമായ പണിറിൽ ചിത്രപ്പണികൾ നടത്തി. അവൻ നൽകുന്ന സുഖത്തിൻ്റെ ആലസ്യത്തിൽ അവൾ സർവസ്വം മറന്നു. മുറിയിൽ അവരുടെ ചുംബനങ്ങളുടെ ശബ്ദങ്ങൾ മാറിക്കോടുകൂടി അവളുടെ നേരിയത് മാറിൽ നിന്നും തറയിൽ പറിച്ചെറിയപ്പെട്ടു. രശ്മി ഒരു നിമിഷം കണ്ണു തുറന്നു. നാണത്തോടെ അവൾ മാറും മറയ്ക്കാനായി കൈകൾ രണ്ടും മുൻപിലേക്ക് കൊണ്ടുവന്നും അനി ആ നീക്കത്തെ തടഞ്ഞിരുന്നു. അവളെ ഇറുക്കപ്പുണർന്നവൻ അവളുടെ കഴുത്തിടുക്കിൽ അവൻ്റെ ഉമിനീരു നനവ് പടർന്നു. അവളൊന്ന് പിന്നിലേക്ക് വളഞ്ഞു കുത്തിപ്പോയി. രശ്മി, അവൻ വികാരവായ്പോടെ വിളിച്ചു. അവൾ ആലസ്യത്താലൊന്ന് മൂളി. എടുത്തോട്ടെ ഞാൻ? അവൻ അനുവാദം ചോദിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ടാണ് സമ്മതം നൽകിയത്. പൊടുന്നനെ അവളുടെ നേരിയതിൻ്റെ മുണ്ട് പാവാടയിൽ നിന്നും പറിച്ചു മാറ്റി താഴേക്ക് എറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവളുടെ ദേഹത്ത് തീയാളി. ആ മുറിയിൽ ഇരുവരുടെയും ശീൽക്കാര ശബ്ദങ്ങൾ മാത്രം സ്ഥാനം പിടിച്ചു. അവളുടെ ശരീരം അനിക്ക് വേണ്ടി ദാഹിച്ചു തുടങ്ങി. ഓരോ പ്രാവശ്യവും അവളുടെ സുഖത്തെ തേടിയിറങ്ങി. ഓരോ പ്രാവശ്യവും അവളിടങ്ങൾ അവന് പുതുമയേറി. ഒടുവിൽ അവൻ തളർന്നു തുടങ്ങി. വേഗതയേറിയ അവൻ്റെ യാത്ര
ഗമ്യസ്ഥാനത്ത് എത്തിച്ചെന്നതും അവനൊന്ന് വെട്ടിവിറച്ചു. ശരീരത്തിൽ നിന്നും വിയർപ്പു തുള്ളികൾ ചാലിട്ടൊഴുകി. കിതപ്പ് മാറാതെ അവളുടെ മാറിൽ അവൻ തളർന്നു വീണു.